ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സെമി കണ്ടക്ടർ ഡയോഡിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സെമി കണ്ടക്ടർ ഡയോഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമ്മളവിടെ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്ക് റെക്ടിഫിക്കേഷൻ ആണ് എന്ത് പറയുന്നത്, ഒരു സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡിസ്കഷനിലാണ് നമ്മൾ പറഞ്ഞത് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ഉണ്ട്. ഫുൾ വേവ് റെക്ടിഫയർ നമ്മൾ എന്ത് ചെയ്തു, രണ്ടായിട്ട് അവിടെ ക്ലാസിഫൈ ചെയ്തു പറഞ്ഞു. ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ക്ലാസിഫൈഡ് ഇൻടു ടു. എന്തായിരുന്നു ഒരെണ്ണം വെച്ചാൽ സെന്റർ ടാപ്ഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സെന്റർ ടാപ്ഡ്. അപ്പോൾ സെന്റർ ടാപ്ഡ് മീൻസ് ഞാൻ പറഞ്ഞു എന്താണ്, നമുക്കവിടെ സ്പെഷ്യലി നമുക്ക് സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമേഴ്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും, പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള സെന്റർ ടാപ്പിംഗ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന റെക്ടിഫയേഴ്സ് നമ്മൾ എന്ത് പറയുന്നത്, സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഹാഫ് വേവ് റെക്ടിഫയറിനെ ഒന്നിച്ചാക്കി ഒരു കോമ്പിനേഷൻ ആക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അതാണ് അവിടുത്തെ അതിന്റെ എഫക്റ്റീവ് ഒരു റെക്ടിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ത് വരുന്നുണ്ട്, 2 VM എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നു എന്ന് നമ്മൾ അവിടെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് 2 VM വരുമ്പോൾ അത്രത്തോളം പവർ റേറ്റിംഗ് അല്ലെങ്കിൽ അത്രത്തോളം റിവേഴ്സ് വോൾട്ടേജ് PIV റേറ്റിംഗ് ഉള്ള ഡയോഡ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള ഒരു ഫുൾ വേ റെക്ടിഫയേഴ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, സെന്റർ ടാപ്ഡ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ ഹാഫ് വേവ് ഫുൾ വേവ് സെന്റർ ടാപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമേഴ്സ് വേണം. നമുക്ക് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെല്ലാം വന്നിട്ട് നമുക്ക് നോർമൽ ട്രാൻസ്ഫോമേഴ്സ് ആണ്, സെന്റർ ടാപ്പ് ഇല്ലാത്തതാണ്. അപ്പോൾ അത്തരത്തില് സെന്റർ ടാപ്പിംഗ് ട്രാൻസ്ഫോമേഴ്സിന്റെ ആവശ്യകത ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു സാധാരണ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്ത് 4 ഡയോഡ്സും യൂസ് ചെയ്ത് നിർമ്മിക്കുന്ന ഫുൾ വേവ് റെക്ടിഫയേഴ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയും. എന്താണ് ബ്രിഡ്ജ് റെക്ടിഫയർ? ഓക്കെ, ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പൊ ഈ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഈ ബ്രിഡ്ജ് റെക്ടിഫയർ നമുക്ക് വേണ്ടത് നോർമൽ ഒരു ട്രാൻസ്ഫോമർ വേണം. ഓക്കെ, എന്താണ് നോർമൽ ഒരു ട്രാൻസ്ഫോമർ, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ മീൻസ് നമുക്കൊരു 230 to 12 വോൾട്ടോ, സാധാരണ യൂസ് ചെയ്യുന്ന 12 വോൾട്ട് അല്ലെങ്കിൽ 6 വോൾട്ടിന്റെ ഒക്കെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 12 വോൾട്ട് അല്ലെങ്കിൽ 6 വോൾട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. പിന്നെ എന്ത് വേണം, ഐഡന്റിക്കൽ ആയിട്ടുള്ള 4 ഡയോഡ്സ് വേണം. ഓക്കെ, 4 ഡയോഡ്സ് വേണം. നമുക്കിവിടെ നോർമലി നമുക്ക് യൂസ് ചെയ്യാം 1N4007 എന്ന് പറയുന്ന നോർമൽ സിലിക്കൺ ഡയോഡ്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഒരു ലോഡ് റെസിസ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം അവിടെ യൂസ് ചെയ്യാം, RL എന്ന് പറയുന്ന ഒരു ലോഡ് റെസിസ്റ്റൻസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് വേണ്ടത്, ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ കൺസ്ട്രക്ഷൻ നമുക്ക് അവിടെ വേണ്ടത്. ഓക്കെ, ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ കൺസ്ട്രക്ഷന് ഇത്രയും കാര്യം നമുക്ക് എന്തിനാണ് അവിടെ കമ്പൽസറി ആയിട്ട് ഉണ്ടാവണം. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അത്രത്തോളം ഒരുപാട് റേറ്റിംഗ് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അത്യാവശ്യം കുറച്ച് ഇത് കുറഞ്ഞ രീതിയിൽ നമുക്ക് പ്രശ്നം അവിടെ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള റെക്ടിഫയർ ആണ് എന്തെന്ന് പറയുന്നത്, ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡിൽ അവിടെ ആ പൊട്ടൻഷ്യൽ മീറ്റേഴ്സിന്റെ ഒക്കെ ആ ഒരു ഡെറിവേഷൻ ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ അവിടെ ഒരു കാര്യം പഠിച്ചു, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്? അവിടെ നമ്മൾ 4 ഐഡന്റിക്കൽ ഡയോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സെന്ററിൽ എന്ത് ചെയ്യും, ഒരു ഗാലനോമീറ്റർ ഒക്കെ വെച്ചിട്ട് നമ്മളോട് ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട്. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്, ഒരു ഗാലനോമീറ്റർ ഒക്കെ വരും. അപ്പോൾ അതവിടെ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജാണ്. അപ്പോൾ ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഓക്കെ, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതുപോലെയാണ് ഈ ബ്രിഡ്ജിന്റെ ഒരു വർക്കിംഗ് അല്ല ശരിക്കും, അതിന്റെ ആ ഒരു ഡയഗ്രാം. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഈ റെസിസ്റ്റൻസ് റീപ്ലേസ് എന്ത് ചെയ്യും, ഡയോഡ്സ് വെക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് പറയാം, ബട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ അവിടെ ഇതല്ല. ബട്ട് അതുപോലെ വീസ്റ്റേൺസ് ബ്രിഡ്ജ് പോലെ എന്ത് ചെയ്യും, നമ്മളിവിടെ ആക്ട് ചെയ്യുന്നത്, അതായത് ഒരു ബ്രിഡ്ജ് പോലെ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വരുന്ന ഒരു റെക്ടിഫയർ എന്ത്, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്നത് എന്താണ്, ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെന്റർ ടാപ്പിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അത്യാവശ്യം ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ എന്താണ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് എന്തുകൂടെ ആവശ്യമാണ്, നമുക്ക് അവിടെ ആ ഒരു സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമേഴ്സ് ആവശ്യമാണ്. ഓക്കെ, അത് നമ്മൾ നോർമൽ ട്രാൻസ്ഫോമർ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്, സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാതെ ഒരു ഒരു റെക്ടിഫയർ നമുക്ക് എങ്ങനെ നിർമ്മിക്കാൻ പറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷനിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്താണ്, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കമ്പൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് സർക്യൂട്ട് ഡയഗ്രം പ്ലോട്ട് ചെയ്യാം. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, പ്രൈമറി കോയിൽ നമ്മൾ വരയ്ക്കുന്നുണ്ട്, ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിൽ.
ദെൻ എന്ത് ചെയ്യുന്നു? നമ്മളതിന്റെ സെക്കൻഡറി കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സെക്കൻഡറി കോയിൽ ഇവിടെ ഡ്രോ ചെയ്യാം. അപ്പോൾ സെക്കൻഡറി കോയിൽ ഡ്രോ ചെയ്തു. അപ്പോൾ സെക്കൻഡറി കോയിൽ ഡ്രോ ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 4 ഡയോഡ്സ് നമുക്ക് കണക്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ 4 ഡയോഡ്സും ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. കാരണം നമുക്ക് അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും അറിയാമോ? വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അത് മിസ്റ്റേക്ക് പറ്റും. ഓക്കെ. അപ്പോൾ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരാതിരിക്കാനായിട്ട് ഞാൻ ഈ കാണിക്കുന്ന ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യുക? അവിടെ വരയ്ക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് D1 ഡയോഡ് ഞാൻ ദേ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ D1 എന്ന് പറയുന്ന ഡയോഡ്. ഞാൻ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇവിടെ D1 ഒരു ഡയോഡ് വരച്ചു. നെക്സ്റ്റ് ഡയോഡ് ദേ ഇവിടെ വരയ്ക്കുന്നുണ്ട്. അടുത്ത ഡയോഡ് ദേ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇനി ഒരു ഡയോഡ് കൂടി നമുക്ക് വേണം. അത് നമ്മൾ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ. ഇത്രയാണ് നമുക്ക് ഡയോഡ്സിന്റെ അറേഞ്ച്മെന്റ്. ഇത് ഇതുപോലെ തന്നെ വരയ്ക്കണം. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു റെസിസ്റ്റർ നമുക്ക് ലോഡ് നമുക്ക് മെഷർ ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് ഒന്നുകിൽ ദേ ഇങ്ങനെ റെസിസ്റ്റർ വരയ്ക്കാം. ഓക്കെ. ഇങ്ങനെ നിങ്ങൾ കാണിച്ചാലും മതി. എന്താണ് ഇവിടെ നമ്മൾ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. RL ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇല്ല ഇതിനകത്ത് നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ പുറത്തോട്ട് വരയ്ക്കാം. പുറത്തോട്ട് വരയ്ക്കാൻ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ റെസിസ്റ്റർ ഇങ്ങനെ കാണിക്കുന്നു. ദെൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഒരു ജമ്പർ കണക്ഷൻ മീൻസ് ഇവിടെ ഇതുവരെ കോൺടാക്ട് ഇല്ല. നമ്മൾ പുറത്തോട്ട് വയർ എടുക്കുവാണ്. ഓക്കെ. വയർ എടുത്ത് എന്ത് ചെയ്യുന്നു? ഇവിടെ കണക്ട് ചെയ്തു. ഇതിനെ എന്ത് ചെയ്യാം? RL എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ വേണം എന്ത് ചെയ്യാം? RL മാർക്ക് ചെയ്യാം. ഇവിടെ വരച്ചാൽ അത് കുറച്ചുകൂടി ഒതുങ്ങിയിരിക്കും. ഓക്കെ. ഈസി ആയിട്ട് നമുക്കിങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഇതാണ് നമുക്ക് അവിടുത്തെ ആ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് ഞാനിപ്പോ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവാണ്. ഇതിനെ ഞാൻ ഈ ഒരു പോയിന്റിനെ ഞാനിവിടെ എ എന്നും, ഈ ഒരു പോയിന്റിനെ ഞാനിവിടെ ബി എന്നും മാർക്ക് ചെയ്തു. ഓക്കെ. എ എന്നും ബി എന്നും. ഓക്കെ. അപ്പൊ ഇതിന് അക്രോസ് ആയിട്ടാണ് ഈ ഒരു RL എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. നമ്മൾ CRO യൂസ് ചെയ്തിട്ടോ മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് അവിടെ മെഷർ ചെയ്യാം. അപ്പൊ ഇൻപുട്ട് എന്താണ്? 230 വോൾട്ട് AC ആണ്. ഓക്കെ. 230 വോൾട്ട് AC ആണ് ഇൻപുട്ട് സെക്ഷൻ. ഇതതിന്റെ ഔട്ട്പുട്ട് സെക്ഷൻ. അപ്പൊ ഇവിടെ ഇത് D1 എന്ന് പറയുന്നൊരു ഡയോഡാ. ഇതെന്ന് പറയുന്നത് D2 എന്ന് പറയുന്ന ഡയോഡ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്. D2 ഇവിടെ വന്നിട്ട് D3 ആണ്. ഇതെന്താണ്? D4 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ വേണം മാർക്കിംഗ് ചെയ്യാം. ഓക്കെ. അവിടെ നമുക്ക് D1, D2, D4 എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. കറക്റ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഏതൊക്കെ ഫോർവേഡ് ബയാസിംഗിൽ വരുന്നുണ്ട്, ഏതൊക്കെ റിവേഴ്സ് ബയാസിംഗിൽ വരുന്നു എന്ന കേസ് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ D1 ആക്കാം, D2 ആക്കാം. അത് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ. പക്ഷെ അത് വർക്കിംഗ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മളവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഈ ഒരു AC സിഗ്നലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇതാണ് ഇൻപുട്ട്. കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ ഔട്ട്പുട്ട് വരുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ. ഇത് ഇൻപുട്ട് വേവ് ഫോം ആണ്. ഇൻപുട്ട് വേവ് ഫോം. ഇതെന്താണ്? ഇത് ഇവിടുത്തെ ഔട്ട്പുട്ട് വേവ് ഫോം ആണ്. ഓക്കെ. ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നോക്കുക. ഇവിടെ നമുക്ക് 2 പോയിന്റ്സ് കൂടി മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു P എന്ന് പറയുന്നൊരു പോയിന്റും, ഇവിടെ ഒരു P എന്ന് പറയുന്നൊരു പോയിന്റും, ഇവിടെ ഒരു Q എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ. നമുക്ക് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ? നോക്കിക്കേ. ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണ്? ആദ്യം നമ്മൾ കൊടുക്കുന്നത് എന്താണ്? അവിടുത്തെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇൻപുട്ട് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പൊ നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമ്മുടെ P എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. P എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈ ഒരു സൈഡ്. ദ എൻഡ് ഓഫ് ദ P ഓഫ് ദ സെക്കൻഡറി വൈൻഡിങ് ബിക്കം പോസിറ്റീവ്. ആൻഡ് Q എന്തായിരിക്കും? അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് ആയിരിക്കും. ഇത് ഇവിടെ പോസിറ്റീവ്. P എന്ന് പറയുന്ന പോയിന്റ് പോസിറ്റീവ് ആവുന്നു. ഇവിടെ എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ പോസിറ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് ഈ D1 എന്ന് പറയുന്ന ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ. D1 എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷനിൽ വരുന്നുണ്ട്. അപ്പോൾ D1 എന്ന് പറയുന്ന ഡയോഡ് അവിടെ ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷനിൽ വരുവാണെങ്കിൽ ഓക്കെ D1 ഡയോഡ് നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷനിൽ വരുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? കറണ്ട് കണ്ടക്ഷൻ അവിടെ നമുക്ക് നടക്കും. ഓക്കെ. അതായത് ഇതല്ലേ പോസിറ്റീവ്. ഡയോഡിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഓർത്ത് വെച്ചേക്കണേ. അല്ലെങ്കിൽ നമുക്ക് സംഭവം തെറ്റിപ്പോവും. ഓക്കെ. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഡയോഡിന്റെ സിമ്പിൾ ഒക്കെ വരയ്ക്കാൻ അറിഞ്ഞിരിക്കുക. ഡയോഡിന്റെ സിമ്പിളിൽ ഏതാണ് പോസിറ്റീവ്? ലൈൻ ഉള്ള ഭാഗം നെഗറ്റീവ് ആണ്. ലൈൻ ഇല്ലാത്ത ഭാഗമാണ് പോസിറ്റീവ്. ഓക്കെ.
അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണെങ്കിൽ ആ കൺഫ്യൂഷൻ ആവും. പിന്നെ അത് തെറ്റിപ്പോവും. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് ആക്കി വെക്കുക. ലൈൻ ഉള്ള ഭാഗം എന്താണ്? നെഗറ്റീവ് ആണ്. ഇല്ലാത്ത ഭാഗമാണ് എന്ത്? അവിടുത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പോസിറ്റീവ് പി എനിക്കിപ്പോൾ എന്തായിട്ടുണ്ട്? പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോസിറ്റീവ് ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഓക്കെ. പോസിറ്റീവ് ഞാൻ ഈ ലൈൻ കൊണ്ട് ഹൈലൈറ്റ് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഫോർവേഡ് ബയാസിംഗ് ആവുകയാണെങ്കിൽ നോക്കിയേ, ഈ ലൈൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ലൈൻ അല്ല, നമ്മുടെ കറണ്ട് എന്ത് ഇതുവഴി വരും. ഇത് D1 ഇപ്പോൾ എന്താണ്? ഫോർവേഡ് ബയാസിംഗ്. ഓക്കെ. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിലെത്തി. നോക്കിക്കേ, എ എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പോൾ എന്ത് ചെയ്തു? അവിടെ വന്നു. അപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തിയ സമയത്ത് നമ്മളെ D2 ഡയോഡ് എന്താണ്? റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനിലാണ്. ഓക്കെ. D2 ഡയോഡ് എന്താണ്? റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻ. കാരണം ഈ യെല്ലോ ലൈൻ ഇവിടെ എത്തിയല്ലോ. ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ കണ്ടോ? ഇതെന്താണ്? നെഗറ്റീവ് അല്ലേ? ലൈൻ ഉള്ള ഭാഗം. ഓക്കെ. ഡയോഡിന്റെ ആ നെഗറ്റീവ് റീജിയനാ. അപ്പൊ നെഗറ്റീവ് റീജിയനിൽ വരുമ്പോൾ ഇത് എന്തായിട്ട് മാറും? റിവേഴ്സ് ബയാസിംഗിലാവും. അപ്പൊ റിവേഴ്സ് ബയാസിംഗ് എന്ത് ചെയ്യത്തില്ല? D2 ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ D2 ഡയോഡ് കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് നേരെ നമ്മുടെ കറണ്ട് എവിടെ പോകുന്നത് അറിയാമോ? നേരെ നമുക്ക് കറണ്ടിന്റെ ഒരു പ്രോപ്പർട്ടി എവിടെയെങ്കിലും പോവാൻ പറ്റിയില്ലെങ്കിൽ പോവാൻ പറ്റുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? അതങ്ങ് പെട്ടെന്ന് പോകും. ഓക്കെ. അതായത് D2 ഡയോഡ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ. പക്ഷെ RL എന്ന് വെച്ചാൽ റെസിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ RL ൽ കൂടി കയറി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇത് നേരെ ഇങ്ങനെ പോയിട്ട് നമ്മുടെ B എന്ന റീജിയനിലെത്തും. B എന്ന റീജിയനിൽ എത്തിയിട്ട് ചെക്ക് ചെയ്ത് നോക്കും എങ്ങോട്ട് പോകണമെന്ന്. അതായത് D4 പോകണോ അതോ D3 പോകണോ? ഓക്കെ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ടൈമില് നമ്മള് D4 പോവാതെ ഇതെന്ത് ചെയ്യും? നേരെ നമ്മുടെ D3 വരും. എന്തുകൊണ്ടെന്ന് അറിയാമോ? കാരണം ഇവിടെ ഇത് ഫോർവേഡ് ബയാസിംഗിലാ. ഓക്കെ. ഇത് ഏത് റീജിയനിലാണ് നിൽക്കുന്നത്? ഫോർവേഡ് ബയാസിംഗ്. കാരണം എന്തുകൊണ്ടാ? ഇവിടെ Q നമുക്ക് മൈനസ് ആണ്. ഓക്കെ. Q എന്താണ്? അവിടെ മൈനസ് ആണ്. അപ്പൊ Q മൈനസ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് റീജിയൻ. ഓക്കെ. നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇതെന്താവും? ഇവിടെ ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷനിൽ വരും. കണ്ടോ? ഫോർവേഡ് ബയാസിംഗ്. ഫോർവേഡ് ബയാസിംഗ് എന്ത് ചെയ്യും? ഇതുവഴി കറണ്ട് അങ്ങ് കണ്ടക്ട് ചെയ്ത് പോകും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സർക്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. കണ്ടോ? ഇവിടെ എന്തുകൊണ്ട് പോയില്ല എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം. എന്തുകൊണ്ടാ? കാരണം ഇതിവിടെ നെഗറ്റീവ് ആണ്. ഇവിടെ പോസിറ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നെഗറ്റീവും പോസിറ്റീവും ഇത് റിവേഴ്സ് ബയാസിംഗിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല? കറണ്ട് അങ്ങോട്ട് പോകത്തില്ല. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആരൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ D1 എന്ന് പറഞ്ഞ ഡയോഡും അതുപോലെ തന്നെ D3 എന്ന് പറഞ്ഞ ഡയോഡ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യും? ഈ റെസിസ്റ്ററിന്റെ അക്രോസ് ആയിട്ട് നമ്മളിങ്ങനെ മെഷർമെന്റിന് വേണ്ടി ഒന്നുകിൽ മൾട്ടിമീറ്ററോ അല്ലെങ്കിൽ നമ്മുടെ CRO നമ്മൾ കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ CRO മീൻസ് നമ്മുടെ ആ ഒരു വിഷ്വലൈസ് ചെയ്യാൻ വേവ് ഫോം ഒക്കെ വിഷ്വലൈസ് ചെയ്യുന്ന ഡിവൈസ് ആണ് CRO, കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറയും. ഇപ്പോൾ കാഥോഡ് റേയിൽ നമുക്ക് ഡിജിറ്റൽ ഓസിലോസ്കോപ്പുകൾ അവൈലബിൾ ആണ്. പല കോളേജ് ലാബുകളിലും ഡിജിറ്റൽ ഓസിലോസ്കോപ്പുകൾ ഇപ്പോൾ മാറ്റി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ വേവ് ഫോം നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ. വേവ് ഫോംസ് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എന്ത് ചെയ്യും? ഈ റെസിസ്റ്ററിന് ഇതിൽ കണക്ട് ചെയ്തിരിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇവിടെ വേവ് ഫോം ഇങ്ങനെ ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും എന്ത് ചെയ്യും? നമുക്ക് ഇതിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഔട്ട്പുട്ട് 2 പോയിന്റ്സ്, ഒരു വയർ ഇവിടെ കണക്ട് ചെയ്യും, ഒരു വയർ കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് നമ്മൾ ഇതുമായിട്ട് എന്ത് ചെയ്യും? പിന്നെ പ്രോബ് ഉണ്ട്. ആ പ്രോബായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തിരിക്കും? ഇവിടെ കണക്ട് ചെയ്തിരിക്കും. ഓക്കെ. അങ്ങനെ നമുക്ക് റീഡിങ്സ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. അത് മെഷർമെന്റ് എടുക്കുക. ഔട്ട്പുട്ട് മെഷർമെന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? നമ്മുടെ D1 ഡയോഡും D3 ഡയോഡും എന്ത് ചെയ്തു? കണ്ടക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു വേവ് ഫോം കിട്ടി. കണ്ടോ? D1 ഡയോഡ് കണ്ടക്ട് ചെയ്തുകൊണ്ടും D3 ഡയോഡ് കണ്ടക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? നമുക്ക് കിട്ടിയത്. അതായത് ഇതുവഴി കയറി എന്ത് ചെയ്തു? ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ? അപ്പൊ ഇത് നോർമൽ കേസ് നടക്കുന്ന സംഭവം. ഓക്കെ. അപ്പോൾ D1 ഡയോഡും D3 ഡയോഡും എന്ത് ചെയ്തു? അവിടെ കണ്ടക്ട് ചെയ്യുന്നു. മറ്റ് 2 പേരും എന്തായിരിക്കും? അവർ കണ്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ. അതായത് നമ്മുടെ D4 ഡയോഡും അതുപോലെ തന്നെ D2 ഡയോഡും എന്ത് ചെയ്യത്തില്ല? അവിടെ കണ്ടക്ട് ചെയ്യത്തില്ല. അവരെന്തായിരിക്കും? അവിടെ ഓഫ് സ്റ്റേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആ ഒരു കണ്ടക്ഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ P റീജിയൻ പോസിറ്റീവ് ആയിട്ടും Q റീജിയൻ നെഗറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. ഓൺ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇനി അടുത്ത കേസിൽ നമ്മുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. കണ്ടോ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ P എന്ന് പറഞ്ഞ റീജിയൻ എന്ത് സംഭവിക്കും അറിയാമോ? P റീജിയൻ അവിടെ നെഗറ്റീവ് ആയിട്ട് മാറും. എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ P മാത്രം നോക്കിയാൽ മതി. Q അതിന്റെ ഓപ്പോസിറ്റ് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. P റീജിയൻ എന്തായിട്ട് മാറി? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയിട്ട് മാറി. ഓക്കെ. P റീജിയൻ അവിടെ നെഗറ്റീവ് ആയിട്ട് മാറി. P നെഗറ്റീവ് ആവുന്നു. Q എന്താവുന്നു? പോസിറ്റീവ് ആവുന്നു. ഓക്കെ. P നെഗറ്റീവ് ആവുന്നു. അപ്പോൾ P നെഗറ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. P നെഗറ്റീവ് ആവുകയാണെങ്കിൽ P നെഗറ്റീവ് ആവുമ്പോൾ ദേ ഇവിടെ നമ്മുടെ കറണ്ട് ഇവിടെ വന്ന് നിൽക്കുക. ഞാനിപ്പോൾ റെഡ് കളറിൽ മാർക്ക് ചെയ്തു. കറണ്ടിന് ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തു. അല്ല, നമുക്ക് ഗ്രീൻ മാർക്ക് ചെയ്യാം. കുറച്ചുകൂടി ഹൈലൈറ്റ് കാണാൻ പറ്റുമല്ലോ. ദേ ഗ്രീൻ മാർക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ നോക്കുക, ഇവിടെ എത്തുവാണ്. ഇവിടെ എത്തുമ്പോൾ ചെക്ക് ചെയ്യുന്നു. D1 പോകാൻ പറ്റുമോ? D4 പോകാൻ പറ്റുമോ? ഇത് നെഗറ്റീവ് ആണ്. ഓക്കെ. നമ്മുടെ എന്താണ്? നെഗറ്റീവ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ. അപ്പോൾ നെഗറ്റീവ് ആണ്. നെഗറ്റീവിനെ സംബന്ധിച്ച് ഫോർവേഡ് ബയാസിംഗ് വരണമെങ്കിൽ ഓക്കെ റിവേഴ്സിലാണ്
ഫോർവേഡ് ബയാസിംഗ് വരണമെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാ? ഇതിവിടെ പോസിറ്റീവാ. ഓക്കെ, ഡയോഡിന്റെ പോസിറ്റീവാണ് കണ്ടോ? ലൈൻ ഇല്ലാത്ത ഭാഗം പോസിറ്റീവാണ്. സോ ഇങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. എന്ത് ചെയ്യും? നേരെ നമ്മുടെ D4 ഡയോഡിലോട്ട് പോകും. D4ന് അത് എന്ത് തന്നെയാണ്? അവിടെ നമുക്ക് നെഗറ്റീവ് തന്നെയാണ്. സോ എന്ത് ചെയ്യാൻ പറ്റും? ഇതുവഴി എൻ്റർ ചെയ്യും. ഓക്കെ, അതിന് എന്ത് ചെയ്യും? അവിടെ പാസ് ചെയ്യും. അപ്പോൾ പാസ് ചെയ്തിട്ട് ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിലെത്തുന്നു. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ ഇവിടെ D3 എന്ത് ചെയ്യത്തില്ല? അക്സെപ്റ്റ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാ? ഇത് വരുന്ന ലൈൻ എന്താണ്? അവിടുത്തെ നെഗറ്റീവാണ്. നെഗറ്റീവാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വരുന്നത്. സോ ഇതെന്ത് ചെയ്യും? ഇവിടെ നേരെ നമ്മുടെ റെസിസ്റ്ററിലോട്ട് പോകും. കണ്ടോ? റെസിസ്റ്ററിലോട്ട് പോകുന്നു. റെസിസ്റ്ററിലോട്ട് പോയിട്ട് എ എന്ന് പറയുന്ന പോയിന്റിലെത്തും. നേരെ എവിടെ പോകും? നമ്മുടെ D2ലോട്ട് പോകും. D2ലോട്ട് പോയി എന്ത് ചെയ്യും? നേരെ അത് നമ്മുടെ ഗ്രൗണ്ടിലോട്ട് പോകുന്നുണ്ട്. കണ്ടോ? എവിടെ പോകുന്നുണ്ട്? ഗ്രൗണ്ട് ടെർമിനലിലോട്ട് അത് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഒരു സൈക്കിള് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ഇതെവിടെ അപ്പിയർ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു കേസിൽ ഈ റീജിയനിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് എന്തിലാണ്? അല്ലെങ്കിൽ ഈ ഒരു ഹാഫ് സൈക്കിൾ ഇത് നമ്മുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളാ. എന്ത് ചെയ്തു? മുകളിൽ തന്നെ അപ്പിയർ ചെയ്തു. എങ്ങനെയാണ്? ഇവിടെ നമുക്ക് ഓൺ ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ the p region become negative with respect to q and the diode D4 and D2 become conducting. ഓക്കെ, D4ഉം D2ഉം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കണ്ടക്ടിങ് സ്റ്റേറ്റിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടക്ടിങ് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ അതങ്ങനെ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ വരുവാണെങ്കിൽ നമുക്ക് എവിടെ അപ്പിയർ ചെയ്യും? ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് അപ്പിയർ ചെയ്യും. സോ അതെന്ത് ചെയ്യുന്നു? നമ്മുടെ D2ഉം D4ഉം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത വീണ്ടും നേരത്തെ ഹാഫ് സൈക്കിൾ വരുമ്പോൾ നേരത്തെ പോലെ തിരിവ് വേണമെങ്കിൽ എന്ത് ചെയ്യും? ഇതിവിടെ നെഗറ്റീവ് ആവുന്നു, അതവിടെ പോസിറ്റീവ് ആയാലോ? വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ D1ഉം D3 എന്ത് ചെയ്യും? അവിടെ കണ്ടക്ട് ചെയ്യും. D1ഉം D3 എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഒരു ഫുൾ വേ റെക്ടിഫിക്കേഷൻ അവിടെ നമുക്ക് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു RL എന്ന് പറയുന്ന ഒരു ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്ക് എപ്പോഴും എന്തിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് ഒരു DC ബയാസിംഗ് തന്നെ അല്ലെ DC കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ. കാരണം ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു പോസിറ്റീവ് കേസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്താലും അവിടെ ഫോർവേഡ് ബയാസിംഗ് മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അതിന് പോസിറ്റീവ് ബയാസിംഗ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇതാണ് അവിടെ നമുക്ക് വരുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ ഇതിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്ര നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്? അപ്പോൾ നമ്മൾ തൊട്ട് മുൻപേ നമ്മൾ പറഞ്ഞൊരു പ്രോബ്ലം ആയിരുന്നു. നമ്മുടെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ത് ചെയ്തു? കൂടുന്നു, 2Vm ആയി മാറുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് that is the peak inverse voltage is equal to Vm. ഓക്കെ, എത്രയാണ്? 2Vm ഒന്നും വരുന്നില്ല. ഇവിടെ Vm മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വരുന്നുള്ളൂ. കാരണം അവിടെ നമുക്ക് 2 ഡയോഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഫോർവേഡ് ബയാസിംഗിലും 2 ഡയോഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? റിവേഴ്സ് ബയാസിംഗിലും അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ത് ചെയ്തോളും? അവരവിടെ ഷെയർ ചെയ്തെടുത്തോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 2Vm വരത്തില്ല. എന്ത് മാത്രമേ വരത്തുള്ളൂ? അവിടെ നമുക്ക് Vm മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അതായത് D1 എന്നൊരു ഡയോഡിനും D3 എന്നൊരു ഡയോഡിനും അക്രോസ് ആയിട്ട് പീക്ക് ഇൻവേഴ്സ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ത് മാത്രമേ വരത്തുള്ളൂ? Vm മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ Vm റേറ്റിംഗിലുള്ള ഡയോഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് റേറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാഫ് വേവിൽ കണ്ടു എത്രയായിരുന്നു? Vm ആയിരുന്നു. സെൻട്രൽ ടാപ്പിൽ വന്ന സമയത്ത് 2Vm ആയി മാറി. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മുടെ ബ്രിഡ്ജിൽ വന്നപ്പോഴോ വീണ്ടും ഇതിന് വന്നു Vm തന്നെ വന്നു. ഓക്കെ, അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സെന്റർ ടാപ്പിംഗ് നമുക്ക് എന്ത് ചെയ്യണ്ട? അവിടെ യൂസ് ചെയ്യണ്ട. ഓക്കെ, സെന്റർ ടാപ്പിംഗ് നമുക്ക് അവിടെ എന്ത് ചെയ്യണ്ട? യൂസ് ചെയ്യണ്ട, നോട്ട് നീഡഡ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സെന്റർ ടാപ്പ് സർക്യൂട്ടിന്റെ രണ്ട് അതായത് 2 ടൈംസ്. ഓക്കെ, ട്വൈസ് വരും. ഓക്കെ, ഔട്ട്പുട്ട് ട്വൈസ് ഓഫ് ദ സെന്റർ ടാപ്പ് സർക്യൂട്ട്. ഓക്കെ, ട്വൈസ് ഓഫ് ദ സെന്റർ ടാപ്ഡ് സർക്യൂട്ട്. ഓക്കെ, സെന്റർ ടാപ്പ് സർക്യൂട്ടിന്റെ ട്വൈസ് എന്ത് ചെയ്യും? അവിടെ നമുക്ക് വരും. ഓക്കെ, കാരണം സെന്റർ ടാപ്പിൽ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് പോർഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ എന്ത് ചെയ്യും? കംപ്ലീറ്റ് പോർഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് റേറ്റിംഗ് PIV റേറ്റിംഗ് എന്താണ്? ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് ദ സെന്റർ ടാപ്ഡ്. ഓക്കെ, PIV റേറ്റിംഗ് ഹാഫ് ആണ്. ഓക്കെ, PIV റേറ്റിംഗ് ഹാഫ് ഓഫ് സെന്റർ ടാപ്ഡ്. ഓക്കെ, സെന്റർ ടാപ്ഡ്. ഇനി ഇത് അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ഇതൊക്കെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതിന്റെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറയുന്നത് നമുക്കിവിടെ 4 ഡയോഡ്സ് വേണ്ടേ? ഓക്കെ, ഡിസഡ്വാൻറ്റേജ് നമുക്ക് എന്ത് വേണം? വി നീഡ് 4 ഡയോഡ്സ്. ഓക്കെ, 4 ഡയോഡ്സ് വേണം. അപ്പോൾ നമ്മൾ 2 ഡയോഡേ ഉള്ളൂ. ഒരു സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ഇരിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇത് നിർമ്മിക്കാൻ പറ്റില്ല.
സെന്റർ ടാപ്പിലെ ട്രാൻസ്ഫോമറിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രിഡ്ജ് റെക്ടിഫയർ കൺസ്ട്രക്ട് ചെയ്യാം. കാരണം ആ സെന്റർ ടാപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇരിക്കുന്ന ട്രാൻസ്ഫോമർ തന്നെ എനിക്ക് സെന്റർ ടാപ്പിലാണെങ്കിൽ ഇവിടെ ഒരു ലീഡ് ഉണ്ടാവും. ഓക്കെ, എന്ത് ചെയ്യും, ആ ഒരു വയർ അവിടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, ആ വയർ അവിടെ സോൾഡറിങ് ചെയ്ത് വെറുതെ വെച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അതിനെ നോർമൽ ഒരു ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അത് അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്, നമുക്ക് 4 ഡയോഡ്സ് യൂസ് ചെയ്യുമ്പോൾ 4 ഡയോഡ്സിലും അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് വരും. ഓക്കെ, 4 ഡയോഡ്സിലും അതിൻ്റെതായ രീതിയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് വരാം. അപ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അതൊരു പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഒരു പ്രോബ്ലം അല്ല. കാരണം നമ്മുടെ ആ ഒരു സ്റ്റെറ്റർ ടാപ്പിംഗ് എന്ന് വെച്ചാൽ ആ ഒരു പ്രോസസ് വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഒരു റെക്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് ഏതിലാണ്, ബ്രിഡ്ജ് റെക്ടിഫയറിലാണ്. ഈ ബ്രിഡ്ജ് റെക്ടിഫയർ അത് മാത്രമല്ല, നിങ്ങൾ നമ്മുടെ ആ ഒരു സാധാരണ ഇപ്പോൾ ട്യൂബ് ലൈറ്റ്, ഓക്കെ, നമ്മുടെ LED ട്യൂബ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതുപോലത്തെയൊക്കെ ഡയോഡ്സ് ഒക്കെ അതുപോലത്തെ ആ ഒരു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നോക്കുക, അപ്പാരറ്റസ് ഡിവൈസസ് നോക്കുവാണെങ്കിൽ അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ആ ഒരു സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെന്റർ ടാപ്ഡ് രീതിയിൽ ഫുൾ വേ റെക്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ ബ്രിഡ്ജ് ആണെങ്കിൽ നമുക്ക് വേറെ രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും. നമ്മൾ കപ്പാസിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് വോൾട്ടേജസ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഫോണിന്റെ ചാർജർ, ഓക്കെ, മൊബൈൽ ഫോണിന്റെ ചാർജർ, അപ്പോൾ ആ ചാർജർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ശരിക്കും ട്രാൻസ്ഫോമേഴ്സ് അവിടെ കുറവാണ്. ഓക്കെ, ട്രാൻസ്ഫോമർ അത്രയും ബൾക്കി ആയിട്ട് ട്രാൻസ്ഫോമേഴ്സ് ഇല്ല. അത് വേറൊരു പ്രോസസ് ആണ് അവിടെ നമ്മൾ സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയും, SMPS എന്ന് പറഞ്ഞിട്ട്. അതായത് അതിനകത്ത് നമ്മൾ സാധാരണ നമുക്ക് AC വോൾട്ടേജ് എത്രയാണ്, 50 വോൾട്ട് അല്ലേ, 50 ഹെർട്സ് അല്ലേ നമുക്ക് ഫ്രീക്വൻസി വരുന്നത്. ആ 50 ഹെർട്സ് ഫ്രീക്വൻസിയെ നമ്മൾ ഹയർ ഫ്രീക്വൻസിലോട്ട് മാറ്റും. ഫ്രീക്വൻസി എത്ര കൂടുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്യും, ആ 50 ഇതിന് നമ്മൾ ഹയർ ഫ്രീക്വൻസിലോട്ട് മാറ്റും. മാറ്റിയിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫോമറിന്റെ സൈസ് അവിടെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ആ ഒരു പ്രോസസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഏതിലേ പറ്റുള്ളൂ, ഇതുപോലത്തെ ഫുൾ വേവ് റെക്ടിഫയറിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അതായത് ബ്രിഡ്ജ് റെക്ടിഫയറിൽ സെന്റർ ടാപ്പിംഗ് ഈ പ്രോസസ് അവിടെ നടക്കില്ല. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ നിങ്ങൾ ഫോൺ ചാർജർ, അതുപോലെ തന്നെ ഏത് സിസ്റ്റം ആയാലും, ഓക്കെ, ഇപ്പോൾ മോഡം വൈഫൈ മോഡം ഉണ്ടെങ്കിലും TV ആണെങ്കിലും ഏതിലായാലും നമ്മൾ യൂസ് ചെയ്യുന്നവരെല്ലാം എന്താണ് യൂസ് ചെയ്യുന്നത്, ഇതുപോലത്തെ ഫുൾ വേവ് റെക്ടിഫിക്കേഷനിൽ ബ്രിഡ്ജ് റെക്ടിഫയർ നമ്മൾ ഇവിടെ കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമുക്കിങ്ങനെ 4 ഡയോഡ്സ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു IC ആയിട്ട് നമുക്ക് കിട്ടും, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അവിടെ ഒരു റെക്ടിഫയർ IC എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വരുന്ന ഒരു 4 ലീഡ്സ് ഔട്ട്പുട്ടിൽ ഇങ്ങനെ വരുന്ന ഒരു റെക്ടിഫയർ IC അവിടെ വരുന്നു. 2 ഇൻപുട്ട് ലീഡും 2 ഔട്ട്പുട്ട് ലീഡും. കാരണം ഇതിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് തന്നെ അവർ ഫാബ്രിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഈ 4 ഡയോഡ്സിന്റെ ഒരു കോൺഫിഗറേഷൻ ഫാബ്രിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ അറിയാലോ, SMD കമ്പോണൻസ് ആണ് എല്ലാം നമ്മുടെ ആ ഒരു സർക്യൂട്ട് ബോർഡിൽ തന്നെ പ്രിന്റ് ചെയ്ത് വരുന്ന മെത്തേഡാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഇതൊന്നും നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. എവിടെയും ചെറിയൊരു അറ്റത്ത് എന്ത് ചെയ്യും, ഇതുപോലെ ഒരു IC ആയിട്ട് ചെറിയൊരു ബ്ലോക്ക് ആയിട്ട് അവിടെ കാണും. അതൊക്കെയാണ് എന്ത് പറയുന്നത്, ഇപ്പോഴത്തെ റെക്ടിഫിക്കേഷൻസ്, റെക്ടിഫയർ ഡയോഡ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മുൻപൊക്കെയാണ് നമ്മളിങ്ങനെ 4 ഡയോഡ്സ് ഒക്കെ വെച്ച് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നാൽ ഇപ്പോൾ നമ്മുടെ പവർ സപ്ലൈ, നിങ്ങൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈക്കകത്തെല്ലാം എന്ത് തന്നെയാണ്, ഇതുപോലത്തെ റെക്ടിഫയർ ഡയോഡ്സ് തന്നെ കൊടുത്തിരിക്കുന്നത്. കാണാൻ പറ്റും, അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു നമ്മളവിടെ റെക്ടിഫയേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് റെക്ടിഫയർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ ഇതിന്റെ എഫിഷ്യൻസി നോക്കാം. എഫിഷ്യൻസി തൊട്ട് മുൻപേ പറഞ്ഞ പോലെ മറ്റേ അതേ എഫിഷ്യൻസിയാണ് 0.81 തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ എഫിഷ്യൻസി ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് എഫിഷ്യൻസി ഓഫ് ബ്രിഡ്ജ്. ഓക്കെ, എഫിഷ്യൻസി ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി നമുക്കറിയാം, ഈറ്റ ഈസ് ഈക്വൽ ടു PDC ഡിവൈഡ് ബൈ PAC. ഓക്കെ, PDC ഡിവൈഡ് ബൈ PAC ആണ്. PDCയുടെ വാല്യൂ എന്തായിരുന്നു, PDC വിച്ച് ഇസ് ഈക്വൽ ടു IDC സ്ക്വയർ ഇൻറ്റു RL. ഓക്കെ, IDC സ്ക്വയർ ഇൻറ്റു RL 2IM ബൈ പൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു RL. 2IM ബൈ പൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു RL. ഇതിന്റെ വാല്യൂ PDCയുടെ വാല്യൂ. അതുപോലെ തന്നെ PAC. ഓക്കെ, PACയുടെ വാല്യൂ പറയാം. PACയുടെ വാല്യൂ വന്നിട്ട് ദാറ്റ് ഈസ് IM ബൈ √2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2RF പ്ലസ് RL. ഓക്കെ, 2RF പ്ലസ് RL. ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ്. ഓക്കെ, അത് ഇക്വേഷൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഈറ്റ ഈസ് ഈക്വൽ ടു, ഇതിൽ ഈ 2RF എടുക്കുന്നത് നമ്മൾ ഒരേ സമയം 2 ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ഡയോഡ്സ് നമ്മളവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു 2F നമുക്ക് വരുന്നത്. പക്ഷെ നമ്മൾ 2F ഒക്കെ അവിടെ നെഗ്ലക്ട് ചെയ്ത് കളയും. ഈ ഇക്വേഷൻ 2F ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്ട് ചെയ്യും. അത് നമുക്ക് അവിടെ ഒരു 0.81 വരെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ IM ബൈ √2 IM ബൈ പൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇൻറ്റു RL ഡിവൈഡ് ബൈ 2RF പ്ലസ് RL എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. 2RF പ്ലസ്
ആറിൽ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അപ്പം അതിൽ ഈ ആർ എഫിന്റെ വാല്യൂ നമ്മൾ പറയും ആറിനെക്കാട്ടി വളരെ കുറവാണ്. സോ നമുക്ക് നെഗ്ലക്ട് ചെയ്യാന്ന് പറയും. നെഗ്ലക്ട് ചെയ്യുമ്പോൾ പിന്നെ ആറിൽ മാത്രമായിട്ട് മാറും. സോ പിന്നെ ഈറ്റയുടെ വാല്യൂ എന്ത് കിട്ടുന്നുണ്ട്? ഈറ്റ ഈസ് ഈക്വൽ ടു 0.81 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു റിസൾട്ട്. ഇത് നമുക്ക് പെർസെൻറ്റേജിലോട്ട് മാറ്റുന്ന സമയത്ത് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 81% കിട്ടും. ഓക്കെ, എത്ര കിട്ടുന്നത്? 81%. ഓക്കെ, റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? റിപ്പിൾ ഫാക്ടർ ഇവിടെ നമുക്ക് 0.48 ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വരുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത അതേ റിപ്പിൾ ഫാക്ടർ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ന് പറയുന്ന ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. പിന്നെ എക്സാമിനേഷന് എഫിഷ്യൻസി ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ആ ഡെറിവേഷൻ അല്പം ഒന്ന് കുറച്ചുകൂടി ഒന്ന് കൂട്ടി എഴുതുക കേട്ടോ. അത് നമ്മൾ ആ ഒരു ഫുൾ വേവ് റെക്ടിഫയർ എഫിഷ്യൻസി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ല. ഇങ്ങനെ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാത്ത അവിടെ പഠിച്ചതുകൊണ്ട്. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് അതൊന്നുകൂടി ഇവിടെ എഴുതുക. ഓക്കെ, എക്സാമിനേഷൻ ഏത് വേണോ ചോദിക്കാം. നമുക്ക് ഇലക്ട്രോണിക്സിലൊക്കെ ഇത് തന്നെ ചോദിക്കണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ റെക്ടിഫയർ ഒക്കെ ഇപ്പോൾ മുൻപത്തെ ഇത് വെച്ചിട്ട് പറയുവാണ്. ഒരു തവണ ഹാഫ് വേവ് ചോദിക്കുവാണെങ്കിൽ അടുത്ത തവണ ഫുൾ വേവ് ചോദിക്കും. ഓക്കെ, ഒരു തവണ ബ്രിഡ്ജ് ചോദിക്കുകയാണെങ്കിൽ ഒരു തവണ എന്ത് ചെയ്യും? സെൻറ്റർ ടാപ്പിംഗ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം പഠിച്ചു വയ്ക്കും. നമുക്ക് ഇതിനകത്ത് ഇലക്ട്രോണിക്സിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി ഒരു പ്രത്യേകിച്ച് ടോപ്പിക് നമുക്ക് അതിൽ വരുന്നത്. ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി ആയാലും കറക്റ്റാണ്. ഓക്കെ, കേരള യൂണിവേഴ്സിറ്റിയുടെ ഇലക്ട്രോണിക്സ് ആയാലും നമ്മുടെ കാലിക്കറ്റ് ആയാലും MG ആയാലും ഏതായാലും നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റാണ്. അത് ആ ഒരു കേസ് നിങ്ങൾ മുൻപത്തെ ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സിലബസിൽ പ്രീവിയസ് ഇല്ല. ഞാൻ പറഞ്ഞത് മുൻപല്ലാതെ ഇലക്ട്രോണിക്സ് പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്തേക്കുള്ള കേസാണ് പറഞ്ഞത്. അവിടെ നമുക്ക് എല്ലാം എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, കാരണം അത്യാവശ്യം എളുപ്പമുള്ള ടോപ്പിക്സ് ആയതുകൊണ്ട് എല്ലാ ടോപ്പിക്സും എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് അവിടെ വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ദ ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എഫിഷ്യൻസിയും റിപ്പിൾ ഫാക്ടറൊക്കെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഒന്ന് നോക്കി പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, ഇതിന് തന്നെ നമുക്കൊരു കണ്ടിന്യൂവേഷൻ ആണ്. അതായത് നമുക്കിപ്പോൾ നമ്മൾ ചെയ്തതിൽ ഒരു ഫോൾട്ട് ഉണ്ട്. എന്തായിരുന്നു? നമ്മൾ നേരത്തെ ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിതിൽ ആദ്യമേ പറഞ്ഞൊരു ഫോൾട്ടാണ്. നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ പറഞ്ഞു ഒരു DC സർക്യൂട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, നമുക്കൊരു DC സർക്യൂട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ DCയുടെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? DCയുടെ ഗ്രാഫ് എപ്പോഴും നമുക്ക് എന്തായിരിക്കണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ, ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു DCയുടെ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5 വോൾട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്തായിരിക്കണം? കംപ്ലീറ്റ്ലി 5 വോൾട്ട് ആയിരിക്കണം. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ ഗ്രാഫ് എങ്ങനെയായിരുന്നു? നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ എന്താണ്? ഓരോ റിപ്പിൾസ് ഉണ്ട്. അതായത് റിപ്പിൾഡ് AC. ഓക്കെ, DC റിപ്പിൾഡ് DC നമുക്ക് എന്ത് കിട്ടി? അവിടെ കിട്ടി. അതായത് മാക്സിമം പീക്ക് 5 വോൾട്ട് മാത്രമേ ഉള്ളൂ. 5 വോൾട്ട് മാത്രമേ പീക്ക് നമുക്ക് അവിടെ വരുന്നുള്ളൂ. പക്ഷേ എന്ത് ചെയ്യുന്നു? അവിടെ റിപ്പിൾസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? റിപ്പിൾസ് റിമൂവ് ചെയ്യണം. എന്ത് ചെയ്യണം? ഇതിലെ റിപ്പിൾസ്. ഓക്കെ, ആ റിപ്പിൾഡ് AC എന്ന് വെച്ചാൽ ആ ഒരു ഇത് കണ്ടല്ലോ, വേവ് ഫോം കണ്ടില്ലേ? അപ്പോൾ അതാണ് റിപ്പിൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം? ഈ റിപ്പിൾസിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റിപ്പിൾസ് റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റിയൊരു പ്രോസസ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫിൽറ്റർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ പറയുന്നത്? ഫിൽറ്റർ സർക്യൂട്ട്. ഓക്കെ, ഫിൽറ്റർ സർക്യൂട്ട്. അപ്പോൾ എന്താണ് ഫിൽറ്റർ സർക്യൂട്ട്സ്? ഫിൽറ്റർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ റെക്ടിഫയർ യൂസ് ചെയ്ത് AC DCയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഔട്ട്പുട്ടിൽ എന്തുണ്ട്? പൾസേറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പൾസസ് ഉണ്ട്. ഓക്കെ, ACയുടെ പൾസസ് അവിടെ പ്രസന്റ് ആണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പൾസസ് പ്രസന്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്? ശരിക്കും ഒരു AC പ്ലസ് DC ആണ്. ഓക്കെ, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് പ്യുവർ ആയിട്ടുള്ള AC മാത്രം. ഇത് AC മാത്രം. പക്ഷേ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്താണ്? AC പ്ലസ് DC. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് അവിടെ DC മാത്രമാണ്. നമുക്ക് ഇവിടെ DC മാത്രം മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ലോഡിൽ നിന്ന് നമുക്ക് എന്ത് റിമൂവ് ചെയ്യണം? ഒരു AC കമ്പോണന്റ് അവിടെ റിമൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കപ്പാസിറ്റർ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ച കാര്യമാണ് കപ്പാസിറ്റേഴ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ച പ്രോപ്പർട്ടിയാണ് കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്യും? ACയെ ബൈപ്പാസ് ചെയ്യും. എന്ത് ചെയ്യും? AC സിഗ്നൽസിനെ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്യും. ഓക്കെ, ബൈപാസ് ചെയ്യും. ഓക്കെ, DC എന്ത് ചെയ്യും? DC അവിടെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ അത് ചില ട്രോൾ പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കപ്പാസിറ്റർ AC ബൈപ്പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നോണ്ടാണെന്നൊക്കെ പറഞ്ഞ് ട്രോൾസ്. ശരിക്കും അങ്ങനെയൊന്നും അല്ല. കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അല്ല വേവ് ഫോം വെച്ചിട്ടൊന്നും അല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില സമയത്ത് ഇങ്ങനെ ട്രോൾസ് ആയിട്ട് വരുന്ന കാണാം. കപ്പാസിറ്റർ AC ബൈപ്പാസ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ് വഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരും. ഓക്കെ, അതൊന്നും കറക്റ്റ് ഒന്നും അല്ല. അതിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് പ്രോപ്പർട്ടി വെച്ചാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കപ്പാസിറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തിനു വേണ്ടിയാ? ഫിൽട്ടർ സർക്യൂട്ട്സ് ആയിട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. കപ്പാസിറ്റർ മാത്രമല്ല, നമ്മള് ഇൻഡക്ടേഴ്സിന് യൂസ് ചെയ്യാറുണ്ട്. ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി ഇൻഡക്ടർ ഡിസി എന്ത് ചെയ്യും? ഡിസിയെ ബൈപാസ് ചെയ്യും. ഓക്കെ. ഡിസി സിഗ്നൽസിനെ എന്ത് ചെയ്യും? ബൈപാസ് ചെയ്യും. ഓക്കെ. ഡിസിയെ ബൈപാസ് ചെയ്യും. എസി എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ 2 ഫീച്ചേഴ്സ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഫിൽട്ടർ സർക്യൂട്ട്സ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഒരു ഫിൽട്ടർ സർക്യൂട്ട് നമുക്കവിടെ നോക്കാം. വാട്ട് യു മീൻ ബൈ എ ഫിൽട്ടർ സർക്യൂട്ട്? ഓക്കെ. ഫിൽട്ടർ സർക്യൂട്ട് എന്താണ് ഒരു ഫിൽട്ടർ സർക്യൂട്ട്? എ ഫിൽട്ടർ സർക്യൂട്ട് ഈസ് എ ഡിവൈസ് വിച്ച് റിമൂവ് എന്തിനെ റിമൂവ് ചെയ്യുന്നതായിരിക്കും? ദ എസി കമ്പോണന്റ്. ഓക്കെ. ദ എസി കോമ്പോണന്റ് ഓഫ് റെക്ടിഫയർ ഔട്ട്പുട്ട് ഓഫ് rectifier output but allows the DC component. Okay, എന്ത് ചെയ്യുന്നുണ്ട്? DC കോമ്പോണന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അലോ ചെയ്യുന്നുണ്ട്. എസിയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഡിസിയെ ലോഡിലോട്ട് അലോ ചെയ്യുന്ന നമ്മൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് എ ഫിൽറ്റർ സർക്യൂട്ട്. ഓക്കെ. അപ്പോൾ കപ്പാസിറ്റേഴ്സ് മാത്രം വെച്ചിട്ടും ഫിൽറ്റർ സർക്യൂട്ട് നിർമ്മിക്കാറുണ്ട്. ഇൻഡക്ടേഴ്സിന്റെ കപ്പാസിറ്ററിന്റെ കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫിൽറ്റർ സർക്യൂട്ട്സ് നിർമ്മിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എസിയെ ബ്ലോക്ക് ചെയ്യുക. ഇൻഡക്ടർ എന്ത് ചെയ്യും? ആ എസിയെ ബ്ലോക്ക് ചെയ്യും. ഡിസി എന്ത് ചെയ്യും? അതവിടെ പാസ് ചെയ്യും. ഇവിടെയാണെങ്കിലോ ആ എസിയെ പാസ് ചെയ്യും. ഡിസി എന്ത് ചെയ്യും? അതവിടെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഫിൽറ്റർ സർക്യൂട്ടുകൾ അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഒരു കപ്പാസിറ്റർ ഫിൽറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? കപ്പാസിറ്റർ ഫിൽറ്റർ. കപ്പാസിറ്റർ ഫിൽറ്റർ. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നത്? അപ്പൊ നമ്മളൊരു ബ്ലോക്ക് ഡയഗ്രം വെച്ചാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ കപ്പാസിറ്റർ ഫിൽറ്ററിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് ഇനി റെക്ടിഫയർ നിങ്ങൾ എപ്പോഴും വരയ്ക്കണ്ട. ഓക്കെ. എപ്പോഴും വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ വരയ്ക്കേണ്ടതല്ല. ഇവിടെ ഒരു ഫിൽറ്ററിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? റെക്ടിഫയറിനകത്ത് നമ്മുടെ ട്രാൻസ്ഫോമറും ഡയോഡ്സും എല്ലാം കൂടി എന്ത് ചെയ്യേണ്ട? എപ്പോഴും വരയ്ക്കണ്ട. ജസ്റ്റ് ഒരു ബ്ലോക്ക് വരയ്ക്കുക. അതിനുശേഷം അവിടെ എന്ത് ചെയ്യുക? ഇത് റെക്ടിഫയർ ആണെന്ന് അവിടെ കാണിക്കുക. ഓക്കെ. റെക്ടിഫയർ ആണെന്ന് കാണിക്കണം. പിന്നെ എന്ത് ചെയ്യണം? നമ്മളിവിടെ എസി ഇൻപുട്ട് കൊടുക്കുന്ന കാര്യം കൂടി ഒന്ന് മാർക്ക് ചെയ്തിരിക്കാം. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എസി ഇൻപുട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന്റെ ഔട്ട്പുട്ട്. കാരണം നമ്മുടെ പർപ്പസ് ഇപ്പോൾ അവിടെ റെക്ടിഫയറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതല്ല. അതിന്റെ ഔട്ട്പുട്ട് സെക്ഷനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഒരു ബ്ലോക്ക് ആയിട്ട് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇവിടെയാണ് ശരിക്കും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇവിടെ ആയിരിക്കും നമ്മളിപ്പോൾ മെഷർമെന്റ്സ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഔട്ട്പുട്ട് നമുക്ക് എവിടെ കിട്ടും? ഇതിന് അക്രോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത് ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് അവിടെ ഒരു ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് കണ്ടത്? ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? ഇവിടെ നമുക്ക് റിപ്പിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൾസേറ്റിംഗ് ആയിട്ടുള്ള എസി ഡിസി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ പൾസേഷൻ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ നമുക്ക് മാറ്റണം. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് മാറ്റാൻ പറ്റുന്നത് നമുക്കവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പതിയെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുക. നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആയിരിക്കും. കപ്പാസിറ്റർ ഒരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാവും. ഇവിടെ ഒരു നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാവും. ഓക്കെ. ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ത് അവിടെ കണക്ട് ചെയ്തു. അപ്പൊ ഇതിൽ സംഭവിക്കുന്നത് നമുക്ക് ഈ ഒരു എസി സിഗ്നൽസ് വരുന്ന സമയത്ത് ഈ പൾസേറ്റിംഗ് വോൾട്ടേജ് വരുമ്പോൾ എന്തെന്നറിയാവോ? ഇതിലൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോളണം ഇതിനകത്ത്. ഇവിടെ വരയ്ക്കുന്നതിൽ ഇത് നമ്മുടെ കപ്പാസിറ്റർ ഒരിക്കൽ ചാർജ് ആവും, അടുത്ത് എന്ത് ചെയ്യും? അവിടെ ഡിസ്ചാർജ് ആവും. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാവും ഇതുവരെ എത്തുമ്പോൾ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ചാർജ് ആവും. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? ഇവിടെ പെട്ടെന്ന് ഇത് ഡിസ്ചാർജ് ആവും. ഓക്കെ. വീണ്ടും അടുത്ത സൈക്കിൾ വരുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ചാർജ് ആവും. വീണ്ടും എന്താവും? ഡിസ്ചാർജ് ആവും. വീണ്ടും ചാർജ് ആവുന്നു. വീണ്ടും എന്ത് ചെയ്യും? ഡിസ്ചാർജ് ആവുന്നു. അതായത് ഇതിൽ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ പോർഷൻസ് എന്തായിരിക്കും? അവിടെ ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ചാർജിങ് ആവുന്നു. അടുത്ത ഹാഫ് സൈക്കിളിലോട്ട് പോകുന്നതിന് മുൻപേ തന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡിസ്ചാർജ് ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ ഏകദേശം ഒന്നുകൂടി ഒന്ന് റീഡിഫൈൻ ഇങ്ങനെ വരച്ചു തരാം ഫിഗർ. കുറച്ചുകൂടി നല്ല വലുതാക്കി വരച്ച് നമുക്ക് കുറച്ച് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കുക. ഞാനിപ്പോ ഈ ഒരു യെല്ലോ കളറിൽ വരച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ അവിടെ വരുന്ന ഒരു എസി ഒരു പൾസേറ്റിംഗ് ആയിട്ടുള്ള സിഗ്നലാണ്. ഓക്കെ. പൾസേറ്റിംഗ് സിഗ്നലാണ് ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി കപ്പാസിറ്ററുമായിട്ട് ഇതിനെ മീറ്റപ്പ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നമുക്കിവിടെ നോക്കാം. ഓക്കെ. അപ്പൊ കപ്പാസിറ്ററുമായിട്ട് മീറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു എ എന്ന് വെച്ചാൽ നമുക്ക് പോയിന്റ്സ് ഇത് മാർക്ക് ചെയ്യാം കേട്ടോ. ഇതിവിടെ എ ആണ്. ഓക്കെ. എ എന്ന് പറയുന്ന പോയിന്റ്. ദെൻ ഈ പോയിന്റ് ബി എന്ന് മാർക്ക് ചെയ്യുന്നു. അടുത്ത് സി, ഡി, ഇ, എഫ്. ഓക്കെ. അപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു
പൾസ് ഉണ്ടല്ലോ. ഓക്കെ. ഇത് ഏകദേശം ഈ ഒരു ക്വാർട്ടർ ഒക്കെ എത്തുന്ന സമയത്ത് ഓക്കെ. ഈ ഒരു പോയിന്റ് ഒക്കെ ക്വാർട്ടർ സൈക്കിൾ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അത്രയും സമയം വരെ നമ്മുടെ കപ്പാസിറ്റർ എന്ത് ചെയ്യും? അവിടെ ചാർജ് ആവും. കപ്പാസിറ്റർ ചാർജിങ്, ഡിസ്ചാർജിങ് എന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. കപ്പാസിറ്റർ എന്ത് ചെയ്തു? ചാർജ് ചെയ്തു. ഇനി അടുത്ത് അതിന്റെ ഒരു മാക്സിമം വാല്യൂ എത്തും. ഓക്കെ. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഫോളോ ആവുന്നതിന് പകരം ഇതെന്ത് ചെയ്യും? ഇത് സഡൻ ആയിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഇങ്ങനെ ഫോളോ ചെയ്യും. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഈ ഡയറക്ഷനിലോട്ട് ഫോളോ ചെയ്യുന്നു. അതെന്തുവാണ്? ഈ പ്രോസസ് എന്താണ്? ഇവിടെ ഇത് ഡിസ്ചാർജിങ് പ്രോസസ്സാണ്. ഓക്കെ. അപ്പൊ ഇത് മുതൽ ഇതുവരെ ചാർജിങ് പ്രോസസ് ആണ്. അടുത്ത് ഇവിടെ വരുന്ന സമയത്ത് എന്താണ്? ഈ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത് എന്താണ്? അവിടുത്തെ ഡിസ്ചാർജിങ്. തൊട്ടടുത്ത സമയത്ത് എന്ത് ചെയ്യുന്നു? വീണ്ടും അത് ഈ പോയിന്റ് എത്തുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ് ആവുന്നുണ്ട്. ഓക്കെ. ചാർജ് ആവുന്നു. അടുത്ത് വീണ്ടും എന്ത് ചെയ്യും? സഡൻ ആയിട്ട് അവിടെ ഡിസ്ചാർജ് ആവും. ഓക്കെ. എന്താവുന്നുണ്ട്? അവിടെ ഡിസ്ചാർജ് ആവുന്നുണ്ട്. അടുത്ത് വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും അതിങ്ങനെ ചാർജ് ആവും. ഓക്കെ. അടുത്ത് എന്ത് ചെയ്യും? വീണ്ടും അവിടെ ഡിസ്ചാർജ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചാർജിങ്, ഡിസ്ചാർജിങ് എന്ന കേസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ദ കപ്പാസിറ്റർ ചാർജ് ടു ദ മാക്സിമം പീക്ക് വാല്യൂ വിഎം എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂവിൽ എന്ത് ചെയ്യും? ചാർജ് ആവും. ഓക്കെ. മാക്സിമം വാല്യൂ വരെ അവിടെ ചാർജ് ആവും. അപ്പോൾ വെൻ ദ റെക്ടിഫയർ വോൾട്ടേജ് സ്റ്റാർട്ട് ഡിക്രീസിങ് കപ്പാസിറ്റർ ഡിസ്ചാർജസ്. ഓക്കെ. അതായത് ഈ മാക്സിമം വാല്യൂ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞല്ലോ, ഒരു 5 വോൾട്ട് ഒക്കെ ആണെങ്കിൽ 5 വോൾട്ട് ഇവിടെ എത്തുമ്പോൾ 5 വോൾട്ട് ആവും. അപ്പോൾ എന്ത് ചെയ്യും? ചാർജ് ആവും. പെട്ടെന്ന് അടുത്ത് എപ്പോഴാണ് ഇത് കുറയാൻ തുടങ്ങുന്നത്? അപ്പോൾ എന്ത് ചെയ്യും? ഇത് അവിടെ ഡിസ്ചാർജ് ആവും. അപ്പോൾ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ശരിക്കും നമുക്ക് അവിടെ 5 വോൾട്ടിലാണ് ചാർജ് ചെയ്തത്. ഓക്കെ. 5 വോൾട്ട് വരെ എന്ത് ചെയ്തു? വിഎം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 വോൾട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ വിഎം എന്ന് വെച്ചാൽ സാധാരണ വോൾട്ടേജ്. ഓക്കെ. ആ വോൾട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ കപ്പാസിറ്റർ അവിടെ ചാർജ് ആയത്. അപ്പോൾ ആ ചാർജ് അല്ലേ അവിടെ ഡിസ്ചാർജ് ആവുന്നത്. ഓക്കെ. ഈ ഫോൾ ആകാൻ പോകുന്നതിന് മുൻപേ എന്ത് ചെയ്യുന്നു? അതവിടെ പെട്ടെന്ന് അങ്ങ് ഡിസ്ചാർജ് ആകും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് ആബ്സെന്റ് ആവും? ഈ റിപ്പിൾസ് അവിടെ ആബ്സെന്റ് ആവും. പിന്നെ അവിടെ കിട്ടുന്ന വേവ് ഇങ്ങനെയായിരിക്കും. ഈ ഒരു രീതിക്കുള്ള വേവ് ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. അതായത് ഈ ഒരു രീതിക്ക് എന്ത് ചെയ്യും? അവിടെ വേവ് ഒബ്റ്റെയിൻ ചെയ്യും. ഇത് ഏകദേശം നമ്മുടെ ഡിസിയോട് അടുപ്പിച്ച് വന്നില്ലേ? നമ്മൾ ഈ യെല്ലോ കളർ ലൈൻസ് വരച്ച് എല്ലാം അങ്ങ് മായ്ച്ച് കളയുക. ഓക്കെ. യെല്ലോ കളർ ലൈൻസിൽ വരച്ച് എന്ത് ചെയ്തു? അവിടെ മായ്ക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഇതുപോലത്തെ ഒരു ഇത് കിട്ടും. ഇത് ഏകദേശം ഒരു ഡിസി ആയിട്ട് മാറി വന്നിട്ടില്ലേ? ഓക്കെ. കാരണം എന്ത് ചെയ്തു? ആ റിപ്പിൾസ് എന്ന് വെച്ചാൽ ആ ഒരു ഫാക്ടർ മാറിയിട്ട് അവിടെ എന്ത് ചെയ്യാണ്? മോസ്റ്റ് കോമൺലി നമ്മൾ നോക്കുമ്പോൾ അവിടെ ഏതാണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് ഒരു ഡിസി പോലെ ആയിട്ടുണ്ട്. ചെറിയ ചെറിയ വേരിയേഷൻ മാത്രം. ഇപ്പോൾ ഒരു 5 വോൾട്ടാണ് നമ്മളിവിടെ പറയുന്നതെങ്കിൽ 5 വോൾട്ടില് ചിലപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു 4.9 ആയിരിക്കും. ചിലപ്പോൾ 4.8 ആയിരിക്കും. ചിലപ്പോൾ 5, 5.1 അങ്ങനെ എന്ത് ചെയ്യുന്നു? ചെറിയ വേരിയേഷനിൽ അവിടെ മാറുന്നു. നേരത്തെ അങ്ങനെയല്ല. ഓക്കെ. 0 മുതൽ 5 വരെ പോവും. വീണ്ടും 5 തൊട്ട് വീണ്ടും 0 വരെ വരും. വീണ്ടും 0 മുതൽ 5 വരെ പോകുന്നുണ്ട്. 5 ടു വീണ്ടും 0 വരുന്നു. അപ്പോൾ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ആ ഒരു കപ്പാസിറ്റർ ചാർജിങ്, ഡിസ്ചാർജിങ് എന്ന പ്രോസസ്സ് കൊടുത്ത സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഏകദേശം അതൊരു കോൺസ്റ്റന്റൈസ് ചെയ്യാൻ നമുക്കവിടെ പറ്റുന്നുണ്ട്. കോൺസ്റ്റന്റ് ആക്കി മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നമ്മൾ എന്ന് പറയുന്നത് ഫിൽറ്റർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇതാണ് കപ്പാസിറ്റർ ഫിൽറ്റർ. ഇത് ചെറിയ ഓപ്പറേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഇതിലൊക്കെ നമ്മൾ കപ്പാസിറ്റർ മാത്രം വെച്ച് ഫിൽറ്റർ സർക്യൂട്ട്സ് ചെയ്യാറുണ്ട്. അത്യാവശ്യം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. പിന്നെ വളരെ സെൻസിറ്റീവ് ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ചാർജേഴ്സിലൊന്നും നമുക്ക് ഇങ്ങനെ ഒരു റെക്ടിഫയർ ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഒരു കപ്പാസിറ്റർ മാത്രം വെച്ചുകൊണ്ട് പറ്റത്തില്ല. അവിടെ നമുക്ക് വേറെ സെർട്ടൻ പ്രോസസ്സ് നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ നോർമലി നമ്മളൊരു പർപ്പസിന് ഇപ്പോൾ സാധാരണ ഈ സർക്യൂട്ട് കാണുന്നത് നമ്മുടെ ഈ ഉത്സവത്തിനൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ സീരിയൽ ലൈറ്റുകൾ, ഡെക്കറേറ്റീവ് ലൈറ്റ്സ്, നമ്മുടെ ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റ്സ് അറിയാലോ. ആ ലൈറ്റുകൾ ഈ ഉത്സവ പറമ്പിലൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്ന ലൈറ്റ്സുകൾ. ഓക്കെ. അപ്പൊ ആ ലൈറ്റ്സ് നിർമ്മിക്കുന്ന സമയത്ത് അവര് ആ ഒരു അവർ ചെയ്യുന്നവര് എന്ത് ചെയ്യും? ഇതുപോലത്തെ ഫിൽറ്റേഴ്സ് ആണ് അവിടെ വയ്ക്കാറുള്ളത്. അതെന്ന് വെച്ചാൽ അത്രയും സെൻസിറ്റീവ് ഒന്നുമല്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അതിൽ മാത്രമല്ല അല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അതിൽ കൊടുക്കുന്ന സപ്ലൈയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അതിനകത്തൊരു 4 ഡയോഡ്സ് എടുത്തിട്ട് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിക്കും. അതിന്റെ കൂടെ എന്ത് ചെയ്യും? ഒരു കപ്പാസിറ്റർ 1, 2 കപ്പാസിറ്റർ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കും. ഓക്കെ. അങ്ങനെ ആ ഫിൽട്രേഷൻ പ്രോസസ്സിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോ കോസ്റ്റ് ആണ്. ഓക്കെ. വളരെ കോസ്റ്റ് ഒരു കപ്പാസിറ്ററിനൊക്കെ 2 3 രൂപയൊക്കെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ലോ കോസ്റ്റ് ആണ്. കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്മോൾ സൈസ് ആണ്. ഓക്കെ. വേറെ വലിയ കമ്പോണന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്മോൾ സൈസ് ആയിരിക്കും. കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതിലാണ്. ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളാ. ഡെക്കറേറ്റീവ് ലൈറ്റ്സിന്റെ ഒക്കെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി എലിമിനേറ്റേഴ്സിൽ ഓക്കെ. നമ്മുടെ ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ ഉണ്ടല്ലോ. അതിന് ബാറ്ററി എലിമിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. ബാറ്ററി എലിമിനേറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം സർക്യൂട്ട്സിൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ കപ്പാസിറ്റർ ഫിൽറ്റേഴ്സ് നമുക്ക് ചെറിയ ലോഡ് കറന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഒരുപാട് കറന്റ് റേറ്റിംഗ് വരാതെ ചെറിയ രീതിയിലൊക്കെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ കപ്പാസിറ്റർ ഫിൽറ്റർ. ഓക്കെ. എന്താണ് കപ്പാസിറ്റർ ഫിൽറ്റർ എന്ന് പറയുന്നത്? ഓക്കെ. അപ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കുക. ഇത് കപ്പാസിറ്റർ നമ്മളവിടെ ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ. ഫിൽട്രേഷൻ പ്രോസസ്സിന്. പിന്നെ തിയറി വേറൊന്നുമില്ല. ഇതിനകത്ത് ഡെറിവേഷൻസ് ഒന്നുമില്ല. അത്യാവശ്യം ഇത് മാത്രം പഠിച്ചാൽ മതി. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് കപ്പാസിറ്റർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ് ഇൻഡക്ടർ ഫിൽറ്റർ. ഓക്കെ. എന്താണ് ഇൻഡക്ടർ ഫിൽറ്റർ?
അപ്പോൾ ഇൻഡക്ടർ ഫിൽറ്റർ വേറൊന്നുമില്ല. നേരത്തെ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എന്ത് ചെയ്യണം? ഇൻഡക്ടർ കണക്ട് ചെയ്യണം. പക്ഷേ ഇൻഡക്ടർ കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കപ്പാസിറ്റർ നമ്മളിപ്പോൾ എങ്ങനെ കണക്ട് ചെയ്തത്? പാരലൽ ആയിട്ടാണ്. ആർഎല്ലിന് പാരലൽ ആയിട്ടാണ്. ഇൻഡക്ടർ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു റെക്ടിഫയർ വരയ്ക്കുന്നു. ഞാൻ R എന്നിടുവാണ് റെക്ടിഫയർ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു? ഇൻഡക്ടർ കണക്ട് ചെയ്യണം. എവിടെ കണക്ട് ചെയ്യും? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. പാരലൽ ആയിട്ടല്ല. എന്തായിട്ടാ? റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? നമ്മളിവിടെ ഇൻഡക്റ്റൻസ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻഡക്ടർ കണക്ട് ചെയ്യുന്നു. ഇൻഡക്റ്റൻസ് L ആണ്. ലോഡ് റെസിസ്റ്റർ RL ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? AC ഇൻപുട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കേസിൽ നമ്മുടെ ഫുൾ വേ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ DC കമ്പോണന്റ് ഉണ്ടാവും, AC കമ്പോണന്റ്സ് ഉണ്ടാവും. ഓക്കെ, അതിൽ ഇൻഡക്ടറിന്റെ ഒരു പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ത് ചെയ്യാം? അവിടെ ഒപ്പോസ് ചെയ്യുക. ഓക്കെ, എന്ത് ചെയ്യണം? ഓൾട്ടർനേറ്റിംഗ് കറന്റ് അവിടെ ഒപ്പോസ് ചെയ്യണം. അപ്പോൾ അവിടെ ഈ ഒരു ഓൾട്ടർനേറ്റ് കറന്റ് എന്ത് ചെയ്യും? ഇതവിടെ ഒപ്പോസ് ചെയ്യും. സോ AC കമ്പോണന്റ് എന്ത് ചെയ്യത്തില്ല? ഇങ്ങോട്ട് വരത്തില്ല. ഓക്കെ, ഇതിനവിടെ ഒപ്പോസ് ചെയ്ത് നിർത്തുന്നത്. ചാർജിങ് ഡിസ്ചാർജിങ് അല്ല, ശരിക്കും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്ത് ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നതാണ്. സോ എന്ത് ചെയ്യത്തില്ല? ഇങ്ങോട്ട് കടത്തിവിടില്ല. AC സിഗ്നൽസിനെ എന്ത് ചെയ്യും? അവിടെ അത് മാഗ്നറ്റിക് ഫീൽഡിൽ ബ്ലോക്ക് ചെയ്തേക്കും. DC മാത്രം എന്ത് ചെയ്യും? ഇതുവഴി അങ്ങ് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ DC എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് പാസ് ചെയ്യുന്നുണ്ട്. AC എന്ത് ചെയ്യുന്നു? ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, AC പിന്നെ ഇങ്ങോട്ട് പാസ് ചെയ്യിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് നേരത്തെ ചാർജിങ് ഡിസ്ചാർജിങ് പോലെ വരയ്ക്കാൻ പറ്റില്ല. ഇതിന്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ റിപ്പിൾസ് വരുന്നത്, ഈ റിപ്പിൾസ് വരുന്നതിൽ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു രീതിയിൽ ഔട്ട്പുട്ട് കിട്ടും. കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നില്ല. ഓക്കെ, കറക്റ്റ് ഒരു ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന കണ്ടീഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടണമെങ്കിൽ നമുക്ക് ഈ രണ്ട് പ്രോസസ്സും കൂടി ഒന്നിച്ചാക്കി എടുക്കേണ്ടി വരും. പിന്നെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് റെഗുലേറ്റർ ഐസീസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റെഗുലേറ്റേഴ്സ് ഐസീസിനെ കുറിച്ച്. റെഗുലേറ്റർ ഐസീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെനർ ഡയോഡാണ്. ഓക്കെ, സെനർ ഡയോഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് സെക്ഷനിൽ ആ ഒരു സെനർ ഡയോഡിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് അത് സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഒക്കെ വരുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വേണ്ട രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരുവിധമൊക്കെ നമുക്കിത് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻഡക്ടർ ഫിൽറ്റർ. ഓക്കെ, ഇതിന്റെ വേറെ തിയറി പാർട്ട് ഇല്ല. ജസ്റ്റ് ഈ കോൺസെപ്റ്റ് മാത്രമേ പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. എന്താണ് ഇൻഡക്ടർ ഫിൽറ്റർ എന്ന് ഇവിടെ നോക്കാം. ഓക്കെ, ഇനി മൂന്നാമതായിട്ടൊരു ഫിൽറ്റർ നമുക്ക് നോക്കിയ ശേഷം ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. മൂന്നാമത്തെ വേറൊന്നുമില്ല, നമ്മുടെ കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറിന്റെയും ഒരു കോമ്പിനേഷനാണ്. നമ്മൾ അതിന് പറയുന്ന പേര് കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ എന്ന് പറയും. എന്താണ്? കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ. അതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൈ ഫിൽറ്റർ. എന്താണ്? പൈ ഫിൽറ്റർ. പൈ ഫിൽറ്റർ എന്ന് കേൾക്കുമ്പോൾ മാത്സിലെ പൈയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ആ ഒരു ഫിഗർ വെച്ചിട്ട് നമ്മൾ പൈ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ മാത്തമാറ്റിക്സുമായിട്ട് യാതൊരു ബന്ധവും ഇതിന് വരുന്നില്ല. നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ തന്നെ ഒരു റെക്ടിഫയർ ഒക്കെ വരയ്ക്കുക. ഒരു AC ഇൻപുട്ട് കൊടുക്കുന്നു. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വരും. അപ്പോൾ ഔട്ട്പുട്ട് സെക്ഷൻ ശ്രദ്ധിക്കുക. എന്ത് ചെയ്യണം? ഇൻഡക്ടർ ഉണ്ടാവണം. അതുപോലെ തന്നെ എന്ത് വേണം? ഇവിടെ നമുക്കൊരു കപ്പാസിറ്ററും വേണം. ഓക്കെ, ഇൻഡക്ടറും കപ്പാസിറ്ററും കമ്പൈൻ ചെയ്താണ് എന്ത് ചെയ്യുന്നത്? പൈ ഫിൽറ്റർ നമ്മൾ നിർമ്മിക്കുന്നത്. ഇവിടെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു, C1 എന്ന കപ്പാസിറ്റർ. ഇവിടെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു, എന്താണ്? C2. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് ഇതിനെ പൈ ഫിൽറ്റർ എന്ന് വിളിക്കുന്നത്. ഏകദേശം ഒരു പൈയുടെ ഷേപ്പ് വരുന്നില്ലേ? കണ്ടോ? ഇങ്ങനെ. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് പറയുന്നത്? ഇതിനെ പൈ ഫിൽറ്റർ നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്ടർ. ഇൻഡക്ടർ നമ്മൾ സാധാരണ ചോക്ക് എന്ന് പറയും, ചോക്ക് എന്ന് വിളിക്കും. ഓക്കെ, ചോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു C1 എന്ന് പറയുന്ന ആ ഒരു കപ്പാസിറ്റർ, ഒന്നാമതായിട്ട് ഇരിക്കുന്ന C1 കപ്പാസിറ്റർ എന്ത് ചെയ്യും? അതവിടെ നമുക്ക് C1 കപ്പാസിറ്റർ ACക്ക് എന്ത് ചെയ്യും? ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. സോ അവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ആദ്യം തന്നെ കുറച്ച് AC കമ്പോണന്റ് എന്ത് ചെയ്യും? ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ AC കമ്പോണന്റ് ആണ് റെഡ് കളറിൽ വരുന്നത്. കുറച്ച് എന്ത് ചെയ്യും? C വഴി ഇങ്ങ് കയറി ഗ്രൗണ്ടിൽ പോകും. ഓക്കെ, ബാക്കി വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ബ്ലോക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെയും കുറച്ച് ബ്ലോക്ക് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് ഭാഗം ഇങ്ങോട്ട് വരുന്നു വെച്ചോളൂ. കുറച്ച് ഭാഗം ഇങ്ങനെ കടന്നു വരുന്നു. അതെന്ത് ചെയ്യും? അവിടെ നമുക്ക് ഈ ഒരു സിയിൽ കൂടി എന്ത് ചെയ്യും? C1ൽ കൂടി അവിടെ ബൈപ്പാസ് ചെയ്യും. ഓക്കെ, C കൂടി ബൈപ്പാസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ മാക്സിമം എന്ത് കിട്ടും? മാക്സിമം നമുക്ക് നല്ല രീതിയിൽ ഒരു DC കമ്പോണന്റ് തന്നെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, വലിയ വേരിയേഷൻസും ഇല്ലാതെ ഒരു സ്ലൈറ്റ് വേരിയേഷനോട് കൂടി ഒരു DC കമ്പോണന്റ്, അതായത് വേരിയേഷൻ പിന്നെ ഇങ്ങനെ ഒരു മൈന്യൂട്ട് വേരിയേഷൻ ആയിരിക്കും. ഇതുപോലത്തെ ചെറിയൊരു വേരിയേഷൻ. അപ്പോൾ അതൊന്നും വലിയൊരു പ്രശ്നമല്ല. ഏകദേശം ഒരു 5 വോൾട്ടിന് വരും, അല്ലെങ്കിൽ ചെറിയ ചെറിയ മില്ലി വോൾട്ടിനൊക്കെ വ്യത്യാസങ്ങളെ അവിടെ വരത്തുള്ളൂ. ആ രീതിയിൽ എന്ത് കിട്ടും? നമുക്ക് അവിടെ ഒരു ഫിൽട്രേഷൻ നമുക്ക് അവിടെ നടന്നിട്ട് കിട്ടും. ഇവിടെ എന്താ ചെയ്യുന്നത്? ആദ്യം കുറച്ച് ഭാഗം C1 ബൈപ്പാസ് ചെയ്യും. പിന്നെ അതെങ്ങനെ ഇനി കുറച്ച് ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ ഫ്രീക്വൻസിയിലും വരുന്ന ACക്ക് ഡിഫറെന്റ് ഫ്രീക്വൻസീസ് വരാമല്ലോ. ആ ഫ്രീക്വൻസി എല്ലാ ഫ്രീക്വൻസി എന്ത് ചെയ്യണമെന്നില്ല, അവിടെ ആ ഒരു C1 കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യണമെന്നില്ല. അതെന്ത് ചെയ്യും? ചിലപ്പോൾ ഇൻഡക്ടർ അപ്പുറത്ത് ബൈപ്പാസ് ചെയ്ത് C2 പോകും. അതിനെന്ത് ചെയ്യും? C2 അവിടെ എന്ത് ചെയ്യും? പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യും.
ഓക്കെ, ബൈപ്പാസ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് ഗ്രൗണ്ടിലോട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ അല്ലെങ്കിൽ പൈ ഫിൽറ്റർ അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡക്ടർ ഫിൽറ്റർ, എന്താണ് കപ്പാസിറ്റർ ഫിൽറ്റർ, എന്താണ് പൈ ഫിൽറ്റർ, നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതുപോലെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്, നമ്മുടെ ആ ഒരു ഫുൾ വേവ് റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, എന്താണ് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ, അതിന്റെ എഫിഷ്യൻസി എന്താണ്, അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജ്, വർക്കിംഗ്, തിയറി, അതെല്ലാം ഡിസ്കസ് ചെയ്തു. പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫിൽറ്റർ സർക്യൂട്ട്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ നോക്കുക. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതിൽ നമ്മളിപ്പോൾ ഒരു ഫിൽറ്റർ സർക്യൂട്ട്, നമുക്ക് സെമി കണ്ടക്ടർ ഡയോഡ് ആപ്ലിക്കേഷൻസിൽ വന്നിട്ടുള്ളതാണ് എന്ന് വെച്ചൊരു ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഫിൽറ്റർ സർക്യൂട്ട് എന്താണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഫിൽറ്റർ സർക്യൂട്ട്സ് ഹാഫ് വേവും ഫുൾ വേവും റെക്ടിഫയേഴ്സ് ഡിസ്കസ് ചെയ്തു. ഫിൽറ്റർ സർക്യൂട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. 7ാമത്തെ യൂണിറ്റ്. ഇനി 8ാമത്തെ യൂണിറ്റ് വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ് ആണ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ലാസ്റ്റത്തെ പോർഷൻ ആണ് നമ്മുടെ സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പറയുന്ന ആ ഒരു മോഡ്യൂൾ. ഓക്കെ, അപ്പോൾ അതുകൂടി ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്റർ നമുക്ക് അവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കുക, നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്, ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ചാപ്റ്റേഴ്സ് അല്ല കോളേജിൽ പഠിപ്പിക്കുന്ന ഇതിന് ശേഷമുള്ള ഏതെങ്കിലും ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്, അത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് എനിക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ മെസ്സേജ് ചെയ്യുക, അതാണെങ്കിൽ ചോദിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.